ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. ആയഞ്ചേരി മുക്കടത്തുംവയൽ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായി മുന്നേറാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഇഫ്താർ സംഗമവും വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മഹല്ലിലെ മുഴുവൻ വീടുകളെയും ക്ലസ്റ്ററുകളാക്കി തിരിച്ച് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലൂടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള മഹല്ല് കമ്മിറ്റിയുടെ ശ്രമങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവനവനിത് ഉപയോഗിക്കേണ്ടെന്ന് കരുതിയാൽ മാത്രമേ ഇത് രക്ഷപ്പെടൂ. കാരണം ഇതില്ലെങ്കിലും ഒരു ലോകമുണ്ട്, ഇതല്ലാത്ത ലഹരികളുണ്ട്, ഇതിനേക്കാളും ആസ്വാദ്യകരമായ ലഹരികളുണ്ട് എന്ന് മനസ്സിലാക്കണം, എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികളെ അത് പഠിപ്പിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇഷ്ടം തോന്നണം. ആയുസിനെ കുറിച്ച് ഭയമില്ല, ധൈര്യം കാണിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ധൈര്യം കാണിക്കുന്നത് എന്തെന്നാണ്? മുമ്പോട്ട് ധൈര്യം കാണുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ളൊരു കൊതി കൊണ്ടുണ്ടായ ധൈര്യമൊന്നുമല്ല. മുമ്പോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എല്ലാം ബ്ലീക്കാണ്, ഒന്നുമില്ല, ഭാവിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പോയിട്ട് എന്തിനായി 50 വയസ്സ് വരെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു? ഉള്ള കാലം അടിച്ച് പൊളിക്കുക എന്നൊക്കെ പറയും. ഉള്ള കാലം അടിച്ച് പൊളിക്കുക, ഭാവിയെ കുറിച്ചിട്ടൊന്നും വലിയ കൺസേൺ ഒന്നുമില്ല ആർക്കും. അങ്ങനെ ആവാൻ പാടില്ല. അതല്ല, ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ട്. ഒരു കുടുംബം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നമുക്ക് നമ്മളുടെ കുടുംബം, നമ്മളുടെ ആളുകൾ, ഇതല്ലാത്ത പരിപാടികൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഇത്തരം നിങ്ങളിപ്പോൾ മഹല്ല് കമ്മിറ്റികളിൽ സംഘടിപ്പിക്കുന്ന ഇപ്പം നോമ്പ് പറയായാലും ഇതിലായാലും നമ്മളിപ്പോൾ ഈ കൂടുതൽ ചെറുപ്പക്കാരെയൊക്കെ പങ്കാളികളായിക്കൊണ്ട് ഓരോ വീട്ടിലെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലെങ്കിൽ ഒരു സാമൂഹികമായിട്ട് സംഘടിപ്പിക്കുന്ന എല്ലാവരുടെയും ഒത്തൊരുമിച്ച് ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ അവരുടെ പങ്കാളിത്തവും ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ ആനന്ദകരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളായാലും വിളമ്പുന്നതായാലും കൊണ്ടുവെക്കുന്നതായാലും എല്ലാ ഇതിലും. പക്ഷെ ഇപ്പോൾ എന്താ പരിപാടി? ഇപ്പം നമുക്ക് ഈ 10 മണി വരെയോ 11 മണി വരെയോ ഒന്നല്ല ഇപ്പോഴത്തെ പരിപാടികൾ. നട്ടപ്പാതിരയ്ക്കും ഏത് സമയത്തും പണിയെടുക്കുന്നുണ്ടെന്നും കുഴപ്പമില്ല. കാരണം ലോകം മുഴുവൻ ഉണർന്നിരിക്കുന്ന, ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണർന്നിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നട്ടപ്പാതിരയായിരിക്കും. നമുക്ക് അവരോട് 2 വർത്തമാനം പറയണമെങ്കിൽ ആ സമയത്തെ ഫോണുണ്ടാവും. അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ രാത്രിയിൽ ഒന്ന് നോക്കണം സർ, രാത്രി ഇവിടെ ഒരു പെട്രോളിങ് നടത്തണം സർ. പിള്ളേർ പല കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ പല കളിയും കളിക്കും. ഈ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് ട്രേഡിംഗ് ഉണ്ട്. ബിസിനസ് ഉണ്ടാക്കാൻ ഒരു മൊബൈൽ മതി. വലിയ വിശാലമായിട്ട് പിന്നെ 100 ഏക്കർ സ്ഥലത്ത് വലിയ ഫാക്ടറി ഒന്നും വേണ്ട. അതിനേക്കാളും സമ്പാദ്യമൊക്കെ ഒരു മൊബൈലിൽ ഇരുന്നിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ്ങും സംഗതികളൊക്കെ അറിയെങ്കിൽ അതൊക്കെ. അപ്പോൾ അതും കൊണ്ടിരിക്കുന്ന രാത്രി 2 പയ്യന്മാരോ ഓവാലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വിളി വരും. അവിടെ കുറേ പിള്ളേരുണ്ട് സാറേ, രാത്രി 1 മണിക്ക് 2 മണിക്ക് ഓവാലത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കളിക്കുന്നു. വൃത്തിയുള്ള പിള്ളേരായിരിക്കും, ഓരോരോ ജോലിയായിരിക്കും, സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതേ സമയത്ത് തന്നെ ഇത് ഇങ്ങനെയാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറത്തിരുന്നിട്ട് വലിക്കുന്നവരുണ്ടാവും. ഇല്ല എന്നല്ല, ഈ നമുക്ക് പോലീസ് വിചാരിച്ചാലോ ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലോ നമുക്ക് സപ്ലൈ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കാലത്ത് ഈ സപ്ലൈ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ സാധനത്തിൻ്റെയും സപ്ലൈ. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ബേക്കറിക്കാരൻ നല്ല കച്ചവടക്കാരൻ ഒരു സുപ്രഭാതത്തിൽ വണ്ടി കുടുങ്ങി വെച്ച് ആ പീടിയെ പൂട്ടി ഉടനടി അതിൻ്റെ അപ്പം തന്നെ ഒരു ബേക്കറി പൊങ്ങി വരും. കാരണം നാട്ടിലെ ആൾക്കാർക്ക് ബേക്കറി സാധനം കൊടുക്കണ്ടോ വെച്ച്, അതുകൊണ്ട് പുതിയ ബേക്കറി വരേണ്ടത് ഒരു ആവശ്യമായി വരും. അതേപോലെ തന്നെയാണ് ഡ്രഗ്. ഇവിടെയുള്ള ഒരുത്തനെ പോലീസ് തൂക്കി കൊണ്ടുപോയി. എന്തെങ്കിലും ഒരു സിന്തറ്റിക് ഡ്രഗ് വെച്ചിട്ട് പോലീസ് ഓനെ തൂക്കിക്കൊണ്ടുപോയാൽ ഈ ഒഴിവിലേക്ക് ഉടനടി അടുത്തോം വരും. ഓനെ തൂക്കിക്കൊണ്ടുപോയാൽ അതിൻ്റെ അടുത്തോം വരും. കാരണം ഇതൊരു ജോലി ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പം. ഇതെന്താ എല്ലാവരും ചെയ്യാത്തത്? ചെയ്തു കഴിഞ്ഞാൽ പണം കിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല, ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. പോലീസോ അധികാരികളോ നിയമത്തിനെതിരാകുമ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം പോവും, നാറിപ്പോവും, നാറ്റക്കേസാവും എന്നൊക്കെയുള്ള ആ ഭയം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്.
ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഈ ഒരു ലഹരി ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റി നടത്തുന്നത്. മഹല്ല് കമ്മിറ്റി 200ഓളം വീടുകൾ ഈ കമ്മിറ്റിക്ക് കീഴിലുണ്ട്. ആ വീടുകൾ 9 ക്ലസ്റ്ററുകളായി തിരിക്കുകയും ആ ഓരോ ക്ലസ്റ്ററുകളിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഏറ്റവും കൂടുതൽ ലഹരി ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലസ്റ്ററുകളിലേക്ക് ഈ ഒരു ബോധവൽക്കരണ ശ്രമങ്ങൾ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ മഹല്ല് റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ 40 കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടത്തി. വില്യാപ്പള്ളി തണൽ ഡയാലിസിസ് സെന്ററിനുള്ള സഹായധന ഉദ്ഘാടനം പാറപ്പുറത്ത് കരീം ഹാജി നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് പിലാത്തോട്ടത്തിൽ അബ്ദുൽ കരീം ഹാജി അധ്യക്ഷത വഹിച്ചു. ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൽ ഹമീദ്, മഹല്ല് ഖാളി ഹംസ ലത്തീഫി, CM അഹമ്മദ്, TK മൊയ്തു, ശ്രീഹരി, കുന്നോത്ത് അസ്ലം, കുനിയൽ മുസ്തഫ എന്നിവർ സംസാരിച്ചു.